എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് സഹസ്രാനീക പുത്രനായ ഉദയനന്റെ കഥയാണ്. ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ ജനിച്ച ഉദയനനെ മഹർഷി സർവവിദ്യകളും രാജ്യതന്ത്രങ്ങളും അഭ്യസിപ്പിച്ചു. അധ്യയന സമയത്ത് മൃഗാവതി സഹസ്രാനീകന്റെ പേര് കൊത്തിയ ഒരു വള തൻ്റെ കയ്യിൽ നിന്നും ഊരി ഉദയനന്റെ കയ്യിൽ അണിയിക്കുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം ഉദയനൻ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വേടൻ പാമ്പിനെ പിടിക്കുന്നത് കണ്ടു. പാമ്പിൽ അനുകമ്പ തോന്നിയ ഉദയനൻ പാമ്പിനെ വേടന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രനാക്കുകയും വേടന് തൻ്റെ വള ഊരി പ്രതിഫലമായി നൽകുകയും ചെയ്തു. വേടൻ പോയപ്പോൾ പാമ്പ് തൻ്റെ ചരിത്രമെല്ലാം ഉദയനനെ പറഞ്ഞു കേൾപ്പിച്ചു. വാസുകിയുടെ ജ്യേഷ്ഠ സഹോദരനായ വസുനേമിയായിരുന്നു ആ സർപ്പം. കൃതജ്ഞനായ സർപ്പം ഘോഷവതി എന്ന വീണയും മൃഗങ്ങളെ മയക്കുന്ന രീതിയിൽ വീണ വായിക്കാനുള്ള വിദ്യയും ഉദയനന് നൽകി. കൂടാതെ വെറ്റിലക്കൊടികളും ഒരിക്കലും വാട്ടം തട്ടാത്ത മാലയും പൊട്ടും നിർമ്മിക്കാനുള്ള വിദ്യയും ഉദയനന് പകർന്നു നൽകി. വത്സ്യരാജ്യത്തെത്തിയ വേടനിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ സഹസ്രാനീക മഹാരാജാവ് ആശ്രമത്തിൽ നിന്ന് ഭാര്യയെയും മകനെയും തിരികെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അധികം വൈകാതെ ഉദയനനെ വത്സ്യരാജ്യത്തെ രാജാവായി വാഴിച്ച സഹസ്രാനീകൻ തൻ്റെ മന്ത്രിമാരുടെ പുത്രന്മാരായ യൗഗന്ധരായണൻ, രുമണ്വാൻ, വസന്തകൻ എന്നിവരെ ഉദയനന്റെ മന്ത്രിമാരായി നിയമിക്കുകയും ചെയ്തു. ശേഷം സഹസ്രാനീകൻ പത്നിയായ മൃഗാവതിയോടുകൂടി ഹിമാലയത്തിൽ തപസ് ചെയ്യാൻ പോയി. വത്സരാജ്യത്തിന്റെ അയൽരാജ്യമായ ഉജ്ജയിനിയിലെ രാജാവായ ചണ്ഡമഹാസേനന് ശക്തമായ സൈന്യമുണ്ടായിരുന്നെങ്കിലും ഉദയനനെ ജയിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. യുദ്ധത്തിന് വരുന്ന ആനയടക്കമുള്ള മൃഗങ്ങളെയും മറ്റും വീണ മീട്ടി മയക്കാനുള്ള ഉദയനന്റെ കഴിവായിരുന്നു അതിന് കാരണം. ഉദയനനിൽ നിന്നും ഈ വിദ്യ പഠിച്ചെടുക്കാനായി തീരുമാനിച്ച ചണ്ഡമഹാസേനൻ ഒരു യന്ത്ര ആനയെ നിർമ്മിച്ച് അതിനുള്ളിൽ തൻ്റെ ഭടന്മാരെ ഒളിച്ചു കയറ്റി അതിർത്തിയിലുള്ള വനത്തിൽ സ്ഥാപിച്ചു. ആ ആനയെ പിടിക്കാനായി എത്തിയ ഉദയനനെ ചണ്ഡമഹാരാജാവിൻ്റെ ഭടന്മാർ പിടിച്ചുകെട്ടി ഉജ്ജയിനി രാജകൊട്ടാരത്തിൽ തടവിലാക്കി. മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം ഉദയനൻ രാജകുമാരിയായ വാസവദത്തയെ വീണാസംഗീതം അഭ്യസിപ്പിക്കുവാൻ തുടങ്ങി. മഹാരാജാവ് തടവിലാക്കപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ രാജ്യം മറ്റൊരു മന്ത്രിയായ രുമണ്വാനെ ഏൽപ്പിച്ച് യൗഗന്ധരായണനും വസന്തകനും കൂടി ഉജ്ജയിനിയിലേക്ക് തിരിച്ചു. വേഷപ്രച്ഛന്നരായി കൊട്ടാരത്തിൽ കടന്ന അവർ ആനക്കാരന് കൈക്കൂലി നൽകി വാസവദത്തയുടെ ആനയായ ഭദ്രാവതിയെ തയ്യാറാക്കി നിർത്തി. തുടർന്ന് ഉദയനനും വാസവദത്തയും മറ്റുള്ളവരും ഭദ്രാവതിയുടെ പുറത്തു കയറി ഉജ്ജയിനിയിൽ നിന്നും വത്സരാജ്യത്തേക്ക് രക്ഷപ്പെട്ടു. ചണ്ഡമഹാസേനന്റെ സൈനികർ പിറകെ ചെന്നെങ്കിലും അതിർത്തിയിൽ അവരെ പ്രതീക്ഷിച്ച് വത്സ്യ സൈന്യത്തിനു മുൻപിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഉദയനൻ വാസവദത്തെ വിവാഹം കഴിക്കുകയും ചണ്ഡമഹാസേനൻ ആ വിവാഹം അംഗീകരിക്കുകയും ചെയ്തു. വത്സ്യരാജ്യ അഭിവൃദ്ധിക്ക് മഗധ രാജ്യവുമായി സഖ്യമുണ്ടാക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ മന്ത്രിമാർ വാസവദത്തയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും രാജ്ഞിയുടെ സമ്മതത്തോടുകൂടി ഉദയനനും മഗധ രാജകുമാരിയായ പത്മാവതിയുമായുള്ള വിവാഹം നടത്തിക്കുകയും ചെയ്തു. ശേഷം ഉദയനൻ 2 ഭാര്യമാരോടും കൂടി തൻ്റെ മന്ത്രിമാരുടെ സഹായത്തോടെ രാജ്യം ഭരിച്ചു പോന്നു. ചന്ദ്രവംശജനും സഹസ്രാനീക പുത്രനുമായ ഉദയനന്റെ കഥ ഇവിടെ തീരുന്നു. ഉദയനപുത്രനായ നരവാഹനദത്തന്റെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം.